ഹലോ, നമ്മൾ ഇന്നൊരു സിമ്പിൾ സാമ്പാർ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ തൂരപ്പരിപ്പ് എടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കഷ്ണങ്ങൾ ഇടണം. പച്ചക്കറി കഷ്ണങ്ങൾ ഈ പരിപ്പ് വെന്തയിലേക്ക് ഇടുക. പിന്നെ വെണ്ടയ്ക്ക നമ്മളൊന്ന് വഴറ്റിയിട്ട് വേണം ഇടാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഈ സാമ്പാർ കഷ്ണത്തിലേക്ക് ഒരു ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് വേണം നമ്മൾ കുക്കറിലിടാൻ. എന്നിട്ട് വിസിൽ വരാൻ കാക്കണതിന് മുന്നേ നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി പിഴിഞ്ഞ് വയ്ക്കുക. ഒരു വിസിൽ വന്നാൽ നമ്മൾ ഈ കഷ്ണങ്ങൾ വെന്തയിലേക്ക് ഈ പുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിക്കുക. പിന്നെ നമ്മൾ പൊടി എടുത്ത് വയ്ക്കേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 3 സ്പൂണ് സാമ്പാർ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തിളച്ച പച്ചക്കറി കഷ്ണങ്ങളിലേക്ക് ഈ പൊടി മൂപ്പിച്ചിട്ടിടണം. അതിന് നമ്മൾ ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവ ഇടുക. ഉലുവ ഇതുപോലെ തന്നെയാണ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വറ്റൽമുളക് ചേർക്കണം. വറ്റൽമുളക് 2 3 വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പില ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പിലയും മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, ആ പൊടികളിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് പൊടികളിടുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സ്റ്റവ് ഓഫാക്കിയിടണം, അല്ലെങ്കിൽ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ചെറിയൊരു ബ്രൗൺ കളറാവണ വരെ നമ്മളത് മൂപ്പിക്കുക. അവസാനം നമ്മൾ വേവിച്ച് വെച്ച സാമ്പാർ കഷ്ണം ഒക്കെ വേവിച്ച് വെച്ചിട്ടില്ലേ, ആ വേവിച്ച് വെച്ചതിലേക്ക് നമ്മളിത് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ആക്കിയാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് സാമ്പാർ വെക്കാൻ അറിയാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.